സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോ വരുന്ന തലമുറയ്ക്ക്, അതായത് തലമുറയ്ക്ക് അഭിമാനത്തോടെ ഇവിടെ ജീവിക്കണം. പേടിച്ചോടാനോ മതം മാറാനോ ഞാൻ ഒരുക്കമല്ല. 66-ാം വയസ്സിൽ ഞാൻ BJP മെമ്പറാകാൻ തീരുമാനിച്ചു. പറയുന്ന പുതിയ ഒരു താരമാണ്. അവന്റെ പേര് തേജോധരൻ പോറ്റി. അപ്പൊ രഞ്ജി പണിക്കരുടെ സഹോദരനാണെന്ന് പറയുന്നു. അപ്പൊ രഞ്ജി പണിക്കർ, അപ്പൊ പണിക്കരാണ് രഞ്ജിയുടെ അച്ഛൻ എന്ന് പറയുന്നത്. ഇയാളെ അച്ഛൻ എന്ന് പറയുന്നത് അപ്പൊ പോറ്റിയാണ്. തേജോധരൻ പോറ്റിയാകുമ്പോ പോറ്റിയുടെ മകനാവണമല്ലോ. അപ്പൊ രണ്ട് തന്തയ്ക്ക് പിറന്നവരാണ് അവൻ. പറയാതിരിക്കാൻ ഒക്കില്ല. കാരണം പറയുന്നതിനൊക്കെ ഒരു മര്യാദയുണ്ട്. അതായത് എന്തും പേര് കിട്ടാൻ വേണ്ടി മുസ്ലിങ്ങളെ മണ്ടയിലാണ് എല്ലാവരും കയറുന്നത്. കുതിര കയറാൻ എളുപ്പം മുസ്ലിങ്ങളെയാണ്. മുസ്ലിങ്ങൾ ഇവിടെ ആരെയാണ് മതം മാറ്റാൻ നടക്കുന്നത്? 950 വർഷം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചവരാണ് മുസ്ലിങ്ങൾ. ഏതെങ്കിലും ഒരു മനുഷ്യന് മതം മാറ്റിയതായിട്ട് ചരിത്രം പറയുന്നുണ്ട്? ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ യാതൊരു വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ചെറ്റകളാണ്. ഈ കള്ളം കൊണ്ട് വോട്ട് അടയ്ക്കാൻ നോക്കും. സത്യം സത്യം പോലെയല്ലേ ഇരിക്കുള്ളൂ. ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പോരെ. പറയുന്നത് എന്തും അങ്ങ് പറയാണ്. അതായത് അഭിമാനത്തോടെ ജീവിക്കാൻ ഇവിടെ BJP മെമ്പർ ആവണം, അല്ലെങ്കിൽ അവർ മതം മാറ്റിക്കളയും. മുസ്ലിങ്ങള് ആളുകളെ മതം മാറ്റും. യമൻ വിജയ് തമ്പിയുടെ തന്തയാണ്. കാരണം എനിക്ക് പറയാനുള്ളത്, നീ ആദ്യം പോയി വിജയ് തമ്പിയെ കാണണം. ഒരു 50 കോടിയോ 25 കോടിയോ ഒരു 100 കോടി വരെ എന്തായാലും വിജയ് തമ്പി ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോ നീ പോയി കണ്ടാ മതി. കാരണം പൈസ കിട്ടിയാൽ നീയൊക്കെ എന്ത് ചെറ്റത്തരവും കാണിക്കും. രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവന്മാരാണ് RSSകാരും BJPക്കാരും. അപ്പൊ ഇനി ഇവൻ ഇത് കണ്ടു പഠിച്ചിരിക്കുകയാണ്. അതായത് BJPക്കാരനോ RSSകാരനോ ആയ ആളുകൾ സമീപിച്ചിട്ട് ഇവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തും. അപ്പൊ പൈസ കിട്ടും. പിന്നെ കൂട്ടിക്കൊടുപ്പാണ് ഇവന്മാരുടെ ജോലി. മോഡിയെ പുകഴ്ത്തലുമാണ്. എന്തായാലും ശരി. പിന്നെ ഇനി ഇത്രയും നാള് നല്ല ആഹാരം കഴിച്ച് ഇനി കുറച്ച് നാള് ചാണകം, അതായത് മൃഗങ്ങളുടെ ആയിരുന്നാലും മനുഷ്യരുടെ ആയിരുന്നാലും വിസർജ്യം ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അവൻ പറയാണ് ഞാൻ BJPക്കാരനാണ്. ശരിയാണ്, നല്ലതാണ്. കാരണം അങ്ങനെയെങ്കിലും ഒരു കച്ചട ഒഴിഞ്ഞു കിട്ടട്ടെ സമൂഹത്തിൽ നിന്ന്. പിന്നെ ജനങ്ങൾ വെറുത്തോളുമല്ല. അതായത് സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷം പടർത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ജൽപ്പനങ്ങൾ നടത്തുകയാണ്. ഇവർക്കൊക്കെ യാതൊരു ബോധവും ഇല്ലാതായി പോലെ മനുഷ്യന്മാരായ ഇവനൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇന്ത്യയിലല്ല, കേരളത്തിൽ. ഇപ്പൊ കേരളക്കാരനാണ് അവൻ. ഇവൻ പറയുന്ന മുസ്ലിങ്ങൾ മതം മാറ്റാൻ നടക്കുക. ആരെങ്കിലും മതം മാറ്റാൻ നടക്കുക? സത്യം സത്യം പോലെ പറയണ്ടേ? അപ്പൊ എന്താ